ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈൻഡായ് ക്രെറ്റയുടെ ഇഗ്നിഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ അറിയേണ്ടത് കോയിൽസ് ആൻഡ് സ്പാർക്ക് പ്ലഗുകളെ കുറിച്ചാണ്. ആദ്യമായി നമുക്ക് സ്പാർക്ക് പ്ലഗുകളെ കുറിച്ച് അറിയാം. ഇതൊരു NGK ബ്രാൻഡിൻ്റെ ഇറീഡിയം ടൈപ്പ് പ്ലഗ് ആണ് വരുന്നത്. ഇതിൻ്റെ റീപ്ലേസ്മെൻറ്റ് വാലിഡിറ്റി എന്ന് വെച്ചാൽ വൺസ് നമ്മളിത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എവറി 48,000 കിലോമീറ്റർ കഴിയുമ്പോൾ നമ്മൾ ഇത് വീണ്ടും ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ കാറ് സ്ലോ ആയിട്ട് റണ്ണിങ് ആവുക, അതേപോലെ തന്നെ നമ്മുടെ ഇന്ധനക്ഷമത കുറയുക, അതല്ലെങ്കിൽ മിസ്ഫയറുകൾ എന്തെങ്കിലും ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സ്പാർക്ക് പ്ലഗ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. ഇതാണ് ക്രെറ്റയുടെ ഇഗ്നിഷൻ കോയിൽ. ഇത് എവറി 2,50,000 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ നമ്മളിത് ചേഞ്ച് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതിൻ്റെ മെയിൻ കംപ്ലൈൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ്റെ വൈബ്രേഷന്, അതേപോലെ വണ്ടി സ്റ്റാർട്ടാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇന്ധനക്ഷമത കുറയുക, അതേപോലെ തന്നെ വാഹനം സ്ലോ റണ്ണിങ് ആവുക എന്നിവ സംഭവിച്ചാൽ ഇത് നിർബന്ധമായിട്ട് ചേഞ്ച് ചെയ്യണം.